അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ തമിഴ്നാട് സ്റ്റൈല് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ചെമ്പിലായിട്ട് ഉണ്ടാക്കണം. നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഒരു ചെമ്പിൽ ഉണ്ടാക്കിയിട്ട് മാറ്റ പരിപാടി ഇതിന് നടക്കില്ല. അപ്പോൾ 2 ചെമ്പ് ഒരേ സമയം നമ്മൾ 2 ചെമ്പ് ബീഫ് ബിരിയാണി ഉണ്ടാക്കണം. 5 കിലോ 5 കിലോ. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 5 കിലോ ബിരിയാണിക്ക് 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിൽ, 5 കിലോ ബസ്മതി റൈസിന് 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി പിന്നെ 1/2 kg ഒഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 ചെമ്പിൽ എണ്ണ ചൂടായിട്ട് ഈ 2ലേക്ക് നമുക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു. അപ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഈ രണ്ടും നല്ല ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഉള്ളി നല്ല ഗോൾഡൻ കളറായാലാണ് ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല മൂത്തുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി നല്ല മൂത്തുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി, തക്കാളി, പച്ചമുളക്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മല്ലിപ്പൊടി. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കണം. ഇത് 2ലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് ചോറിനും കൂടി ഉപ്പാണ് കേട്ടോ. ഉപ്പിടുമ്പോൾ നോക്കിയിട്ട് ഇടും. ഉപ്പ് എപ്പോഴും ഒരു പൊടിക്ക് കയറിക്കണം മസാല. അത് നല്ല തിളച്ചിട്ട് ഇതിലേക്ക് ബീഫ് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക കൂടി വെള്ളം കൂട്ടി അരച്ച മസാലയാണ്. ഇനി ഒരു 1/4 മണിക്കൂർ ഇരിക്കട്ടെ. ബീഫിൻ്റെ വേവ് എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു സൈഡ് നമ്മുടെ ബീഫ് ബിരിയാണിയുടെ പരിപാടി നടക്കുന്നുണ്ട്, ഒരു സൈഡ് നമ്മുടെ കടയിലേക്കുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കുന്നത്, മസാല നമ്മൾ സെറ്റാകുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ചൂടാണ്, ഫുള്ള് വിറകടുപ്പുള്ളിലുള്ള പരിപാടിയാണ്. ഇത് തേങ്ങ അരച്ചതാണ്. ഇത് 2ലേക്കും കുറേശ്ശെ. ഇതിലേക്ക് അരിയിടാനുള്ള വെള്ളം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ ബീഫ് 3/4 ഭാഗം വേവായിട്ട്. അപ്പം ഇത് കിടന്നിട്ട് നല്ലോണം
വെള്ളം ഫുള്ള് വറ്റണം. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എനിക്ക് വെള്ളത്തിൻ്റെ കണക്ക് അങ്ങനെ പറഞ്ഞാലും അറിയില്ല. ഞാനിങ്ങനെ എൻ്റെ ഒരു കണക്കുണ്ട്, എനിക്ക് അരി വെള്ളത്തിലിട്ടാൽ അറിയാം. ആ കണക്കിനാണ് ഞാൻ വെള്ളം ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ അളന്നിട്ട് ഒഴിക്കുക, എങ്ങനെ വെച്ചാൽ അതിൻ്റെ രീതിയിൽ ചെയ്യുക കേട്ടോ. അത് റെഡി ആയിട്ട് അപ്പോൾ അടുത്തതിൽ അരി ഇടാൻ പോകും. അപ്പോൾ ഈ വെള്ളം വറ്റാനായി. അപ്പോൾ നമ്മൾ ചട്ടകം തിരിച്ച് പിടിച്ചിട്ട് കളക്കണം. എന്താ വെച്ചാൽ വെള്ളം ഫുള്ള് വറ്റണം. പീസ് അടി പോകണം, പീസ് മുകളിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ പീസ് തമ്മാവില്ല. ഇറക്കി അപ്പോൾ ആയി കേട്ടോ, നമുക്ക് ഇറക്കി വയ്ക്കാം. ഈ റൈസും ആയില്ല കേട്ടോ. നമ്മുടെ 2 ബിരിയാണി നമ്മൾ ഇറക്കി വെച്ച് അടുപ്പത്ത് കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ ഇത് ദമ്മിലിരിക്കട്ടെ. അപ്പോൾ അരമണിക്കൂർ ദമ്മിലിരിക്കും. അരമണിക്കൂറായി വെച്ചിട്ട് ദമ്മിലിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ആർക്കേജ് നമുക്ക് ഒഴിച്ചെടുക്കാം. ബിരിയാണി റെഡി ആയിട്ട് ബൈ. നമുക്ക് എല്ലാവരും കൂടി കഴിക്കാം. നമ്മുടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ബൈ. സൂപ്പർ നല്ല ബിരിയാണി, അടിപൊളി.